أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. صدق الله. സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ മേഖലകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിലും കണിശതയിലും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലയെ വിശുദ്ധ ഖുർആൻ എങ്ങനെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ കലാമിലൂടെ അള്ളാഹുവിനെ കുറിച്ച് തന്നെ എങ്ങനെ സംസാരിക്കുന്നു, ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ 3 ഖുതുബകളുടെ ഒരു പ്രതിപാദ്യ വിഷയം. അതിസുന്ദരമായി അള്ളാഹുവിനെ വിശേഷിപ്പിച്ച അനവധി നാമങ്ങളുടെ കൂട്ടത്തിൽ ഈ ലോകത്തിൻ്റെ തന്നെ വെളിച്ചം അള്ളാഹുവാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ 35-ാം സൂക്തമാണ് ഞാനിവിടെ ആമുഖത്തിൽ ഓതി വെച്ചത്. ഒരുപക്ഷെ മനുഷ്യജീവിതം തന്നെ ഈ ലോകത്ത് സാധ്യമാകുന്നത് വെളിച്ചം കൊണ്ടാണ്. വെളിച്ചത്തെ ഉപജീവിച്ചുകൊണ്ട്, അതിനെ ആശ്രയിച്ചുകൊണ്ട്, അതിനെ ആസ്വദിച്ചുകൊണ്ട് അതുമാത്രം നമ്മുടെ കാഴ്ചയുടെയും നമ്മുടെ അറിവിൻ്റെയും ഒക്കെ വലിയ കാരണമായിക്കൊണ്ടുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. വെളിച്ചമില്ലാത്തൊരു ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. രാത്രി മാത്രമുള്ള, അതല്ലെങ്കിൽ ഇരുൾ മാത്രമുള്ള, രാത്രി തന്നെയും ചന്ദ്രൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ പ്രകാശമില്ലാത്ത, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യയുടെയോ വൈദ്യുതിയുടെയോ ഒക്കെ ഭാഗമായിട്ട് അത് തന്നെയും നമ്മൾ പ്രകൃതിയുടെ സോഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. ഊർജമാറ്റമാണ്. ഇരുൾ മാത്രമുള്ള ഒരു ലോകം അതെങ്ങനെ ഉണ്ടാകും? സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, പിന്നീട് എന്തിന് ജീവിതം എന്നുപോലും ഒരാൾ ആലോചിച്ചു പോകാവുന്ന ഒന്നാണ് ഇരുട്ട് മാത്രമുള്ള ജീവിതാനുഭവം. അള്ളാഹു പറയുന്നു, അങ്ങനെയെങ്കിൽ അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ യഥാർത്ഥ പ്രകാശം അല്ലാഹുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം അല്ലാഹുവാണ്.
നിങ്ങളുടെ കാഴ്ചയുടെ കാരണം അല്ലാഹുവാണ്. നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കാണേണ്ടത് ആ വെളിച്ചത്തിലൂടെയാണ്. കാരണം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നൂർ എന്നുള്ള ഈ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് സൂറത്തു നൂറിൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന ഈ പ്രയോഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂചിപ്പിക്കാൻ നൂറുണ്ട്, റസൂല് നൂറാണ്. മലായിക്കത്തുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് നൂറുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയാൻ വന്നൂരില്ലദി അൻസൽന, നാം ഇറക്കിയ നൂർ, പ്രകാശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശം, ജീവിതത്തിന്റെ പ്രകാശം, ജീവിതത്തിന്റെ വെളിച്ചം, അത് അല്ലാഹു അല്ലാതെ മറ്റാരുമാകാത്തൊരവസ്ഥയെക്കുറിച്ചാണ് ഒരു വിശ്വാസിയുടെ, അതല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെയും വിജയകരമായൊരു ജീവിതം എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന വെളിച്ചം ഏതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ റുബൂബിയത്തും ഉലൂഹിയത്തും അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ പഠിച്ചു, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞു. പക്ഷെ എന്തിന്? അറിവ് സ്വയം ഒരു ലക്ഷ്യമല്ലല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയം, അതല്ലെങ്കിൽ നമ്മളെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ രണ്ട് നമ്മളുണ്ട്. നമുക്കൊന്നും ടെസ്റ്റ് ചെയ്ത് കിട്ടാത്ത നമ്മളുടെ കുറച്ച് റിസൾട്ടുകളുണ്ട്. നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഫിസിക്കൽ റിസൾട്ടുകളുണ്ട്. ഇപ്പോ നമ്മളൊരു ഫിസിക്കൽ ഹാർട്ടും ഒരു സ്പിരിച്വൽ ഹാർട്ടും, ഒരു ആത്മീയ ഹൃദയവും ഒരു ശാരീരിക ഹൃദയവും ഉള്ളവരാണ്. ഇപ്പൊ ഹൃദയം എന്നുള്ള പ്രയോഗം കുറെ കൂടി അതിനെ നമ്മൾ ബന്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഹൃദ്രോഗം എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? ഇപ്പൊ കൊളസ്ട്രോൾ ഉള്ളതിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഷുഗർ ഉള്ളതിനെ കുറിച്ച്, അതല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഹാർട്ട് അറ്റാക്കിനെ മുൻകൂട്ടി കാണുന്ന എന്തൊക്കെയോ തടസ്സമുള്ളതിനെ കുറിച്ച്, ഹൃദയത്തിന്റെ രോഗം, അത് നമുക്കൊരു ഡോക്ടർ നമുക്ക് വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ ടെസ്റ്റിലൂടെ, ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതാണ് നിങ്ങളുടെ ഹൃദ്രോഗം എന്ന് പറഞ്ഞു തരും. അത് നമ്മുടെ ഫിസിക്കൽ ഹാർട്ടാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ജീവൻ തുടിക്കുന്ന, അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ഓരോ നാഡീ ഞരമ്പുകളിലേക്കും രക്തം എത്തിക്കുന്ന, അതല്ലെങ്കിൽ വന്നു പോകുന്ന ഇടവുമായി ബന്ധപ്പെട്ട ശാരീരിക ഹൃദയമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മനുഷ്യ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ഖൽബ് എന്നൊരു പ്രയോഗമുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, ആകെക്കൂടി എപ്പോഴും തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒന്നാലോചിച്ചാൽ ഉടനെ തന്നെ അതിനുമേൽ ദുർബോധനങ്ങൾ വന്ന് ഒരുപക്ഷെ വസ്വാസുകൾ വന്നുകൊണ്ടിരിക്കുന്ന, കലബ എന്നുള്ള വാക്ക് തന്നെ അറബി ഭാഷയിൽ മാറി മറിയുക എന്നാണ്. അതായത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തകളിൽ, മാനസിക സന്ത്രാസങ്ങളിൽ, ഓരോ തോന്നലുകളിൽ നിൽക്കുന്ന. അപ്പൊ നമ്മൾ ഹൃദയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന ഹൃദയം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ എത്തുന്നത്, വിജയകരമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നത്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിങ്ങൾ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഹൃദയം എന്നാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് രോഗങ്ങളില്ലാത്ത ഹൃദയം എന്ന് പൊതുവിൽ നമ്മൾ പറയുന്ന ഹൃദയത്തെ ബാധിക്കുന്ന ഈ ലോകത്തെ രോഗങ്ങളല്ല, മറിച്ച് അതിനെ ഒരിക്കലും പിടികൂടാൻ പാടില്ലാത്ത, അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് ആ ഹൃദയം പ്രകാശിക്കേണ്ടുന്ന ബാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ, ഈ വാനങ്ങളുടെ, ഈ ഭൂമിയുടെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ആ പ്രകാശം നമ്മളുടെ ഹൃദയത്തിലുണ്ടോ എന്നുള്ള ചിന്ത അനിവാര്യമായിട്ട് വരുന്നു. കാരണം പുറത്ത് നമ്മൾ കാണുന്ന ഈ വെളിച്ചം ആവശ്യമാണ്. സൂര്യപ്രകാശമാണ്
സൂര്യനാണല്ലോ ഈ ഭൂമി നിലനിൽക്കുന്നതിൻ്റെ, അങ്ങനെ ഭൗതികമായൊരു കാരണം പറയുകയാണെങ്കിൽ സൂര്യനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഭൗതികവാദികൾക്ക് കൂടി വന്നാൽ പടച്ചവനെ മറന്നുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച് രചനകൾ രചിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുക, സൂര്യപ്രകാശം കൊണ്ട്, അതാണല്ലോ ചെടികളാകട്ടെ, അതുപോലെ തന്നെ ജീവികളാകട്ടെ, നമ്മൾ മനുഷ്യരാകട്ടെ, നമ്മുടെ ഊർജത്തിന്റെ നിദാനമായിട്ട് കാരണമായിട്ടൊക്കെ പറയുന്നത് ഈ സൂര്യപ്രകാശം. നമ്മളുടെ ഈ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ മുഴുവൻ ഈ പ്രകാശത്തെ നമ്മൾ ഈ കാണുന്നു. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഞാനെന്നുള്ള വ്യക്തി ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, പ്രകാശത്തിലൂടെ കാണുന്നു. ഏറ്റവും മികച്ച ഒരു കടലിന്റെ കാഴ്ച ഒരാൾ കാണുന്നത് എങ്ങനെയാണ്? രാത്രിയുടെ ഇരുട്ടിൽ പോലും പോയി കാണുന്ന ഒരാൾക്ക് ചന്ദ്രന്റെ നേരിയൊരു പ്രകാശം ഉണ്ടെങ്കിലാണ് ആ കാഴ്ച കാണാൻ പറ്റൂ. ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച കാഴ്ച പോലും നമ്മൾ കാണുന്നത് ഈ പ്രകാശത്തിലൂടെയാണ്. എങ്കിൽ ഈ പുറത്ത് കാണുന്ന ഈ കാഴ്ചയുടെ മനോഹാരിത എത്രമേൽ ഇരട്ടിയാക്കി നിങ്ങൾക്ക് ഈ ലോകത്തെയും ഈ ജീവിതത്തെയും കാണാൻ പറ്റും, നിങ്ങളുടെ അകത്ത് ഒരു പ്രകാശമുണ്ടായാൽ. പുറത്തുള്ള കാഴ്ച മാത്രമല്ല. വിശ്വാസിയോട് അള്ളാഹു പറയുന്നതാണ്, മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. മസലു നൂരിഹി, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമ എന്ന് പറയുന്നത് കമിഷ്കാത്തിൻ, അതൊരു വിളക്ക് മാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, അതിൽ വിളക്കിരിക്കുന്നു. ആ വിളക്കിരിക്കുന്നു. ആ വിളക്കിന്റെ പ്രത്യേകത എന്താണ്? അൽ മിസ്ബാഹു ഫി സുജാജ, അതൊരു സ്ഫടികക്കൂടിലാണ് ഈ വിളക്കിരിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ ഹൃദയത്തെയും വിശ്വാസിയുടെ നെഞ്ചിൻ കൂടിനെയും അതിലുള്ളിലുള്ള വിശ്വാസത്തെയും അവന്റെ ബുദ്ധിയെയുമാണ് ഈ പറയുന്നത് എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം. അതായത് ആയത്തിലെ ഉപമ വിളക്കുമാടം എന്നുള്ളത് മനുഷ്യന്റെ നെഞ്ചിൻ കൂടാണ്. ഫീഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ എന്തുണ്ട്? ഒരു വിളക്കുണ്ട്. അത് ഹൃദയത്തിലുള്ള ഈമാനാണ്. പക്ഷെ അൽ മിസ്ബാഹു ഫി സുജാജ, ഈ വിശ്വാസമാകട്ടെ ഈ ഈമാനാകട്ടെ നിൽക്കുന്നത് സ്ഫടിക സമാനമായൊരു ഹൃദയത്തിലാണ്. അതായത് അഹങ്കാരമോ താൻപോരിമയോ മറ്റു പാപങ്ങളോ ഒന്നും സ്പർശിക്കാത്ത വളരെ വിശുദ്ധമായൊരു ഹൃദയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ലോകത്ത് അള്ളാഹു ആഗ്രഹിക്കുന്ന തെളിമയുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, വളരെ അങ്ങേയറ്റം തിളങ്ങുന്ന ഒരു ഗോള സമാനമായ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫടികത്തിനുള്ളത്. അതായത് വിശ്വാസത്തെ വീണ്ടും വീണ്ടും ആറ്റിക്കുറുക്കി അതിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയും. വീണ്ടും ഉപമ, യകാദു സൈത്തുഹാ യുളീഉ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. ആ വിളക്ക് കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പെട്രോളെന്നോ ഡീസലെന്നോ മണ്ണെണ്ണ എന്നോ അല്ല പറഞ്ഞത്, സൈത്തൂനത്തിൻ, ഏറ്റവും ശുദ്ധമായ ഒലീവെണ്ണയാണ്. ആ ഒലീവെണ്ണയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് ലാ ഗർബിയത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ, ഒരു കിഴക്കിന്റെയോ ഒരു പടിഞ്ഞാറിന്റെയോ, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ ഒരു സംഗതി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒരു സൂര്യൻ ഉദിച്ച് അതിന്റെ വെളിച്ചം അങ്ങേ പടിഞ്ഞാറേ തലയിലെത്താൻ കുറച്ച് സമയമെടുക്കും. അതല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയത്ത് അതിന്റെ വെളിച്ചം കുറച്ച് കിഴക്ക് ഭാഗത്ത് കിട്ടാതെ പോകും. പക്ഷെ വിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയാണ്, ഒരു സമയവും പോലും അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കാത്ത ഒരവസ്ഥ ആ ഹൃദയത്തിനുണ്ടാവില്ല. കാരണം അത് പടിഞ്ഞാറ് ചാഞ്ഞു നിൽക്കുന്നതോ കിഴക്ക് ചാഞ്ഞു നിൽക്കുന്നതോ അല്ല. സദാസമയവും ശുദ്ധമായ ഒലീവെണ്ണയുടെ ഇന്ധനം ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു ഹൃദയമാണ് വിശ്വാസിയുടേത്. ഇത് പറയുമ്പോൾ നമുക്ക് ഉപമകളുടെ ഇതിൽ വളരെ മഹത്തായ ഒരു പ്രയോഗം നൂറുൻ അല നൂർ എന്നിട്ട് പറയാണ്,
അള്ളാഹു നൂറാണ് എന്ന് പറഞ്ഞ്, അള്ളാഹു പ്രകാശമാണെന്ന് പറഞ്ഞിട്ട് പറയാണ് നൂറുൻ അലാ നൂർ. വിശ്വാസിയുടെ ഹൃദയത്തിനുമേൽ വെളിച്ചത്തിനുമേൽ വീണ്ടും വെളിച്ചം. മലയാളത്തിലെ മഹാസാഹിത്യകാരൻ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന് ബഷീർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ വെളിച്ചത്തിനുമേൽ വെളിച്ചം, അതായത് നേരത്തെ തന്നെ വിശ്വാസിയുടെ ഹൃദയത്തിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു എന്തിട്ടിട്ടുണ്ട്? നൂറിട്ടിട്ടുണ്ട്. അതായത് ഈ ലോകത്തെ മനുഷ്യരെല്ലാവരും അവരുടെ ശുദ്ധ പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ തന്നെ നൂറുള്ളവരാണ്, ഈ ലോകത്തെ ഏതും മനുഷ്യരും. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുമ്പോൾ അല്ലഹു യതദക്കറു ഔ യഖ്ഷ എന്ന് പറയുന്നത്. ഫിറൗനിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ല, ഫിറൗനിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുക. കാരണം ഫിറൗനിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കത്താനൊരു ചാൻസ് ഉണ്ടോ? അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നൂറുണ്ട്, അത് അള്ളാഹു നിക്ഷേപിച്ചതാണ്. കാരണം ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വഹ, ആ ഹൃദയത്തിന്റെ നന്മയും തിന്മയും അവനവന് തന്നെ അറിയുന്ന, ഏത് കൊള്ളരുതായ്മ ചെയ്യുന്നവനും ഞാൻ ചെയ്യുന്നത് കൊള്ളരുതായ്മയാണെന്ന് അറിയാം. ഏത് നന്മ ചെയ്യുമ്പോഴും നമ്മളോട് നമുക്ക് പ്രശംസ തരുന്ന, അതല്ലെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് മനസ്സമാധാനം തരുന്ന ഒരു മനസ്സ് അവിടെയുണ്ട്. പക്ഷേ അതിനെ വിശ്വാസിക്ക്, ഈ ലോകത്ത് മനുഷ്യന് വീണ്ടും അള്ളാഹു ഒരു നൂറ് കൊടുക്കാണ്. ആ ഹൃദയത്തിന് മാത്രം ബാധ്യത ഏൽപ്പിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നട്ടുവെച്ചിട്ടുള്ള, നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള, നമ്മളിൽ ഘടിപ്പിച്ചു വെച്ചിട്ടുള്ള ആ നൂറ് കൊണ്ട് മാത്രം നിങ്ങൾ സത്യം കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് സത്യം കണ്ടെത്താൻ കാരണമാണ്. പക്ഷേ നൂറുൻ അലാ നൂർ, വേറൊരു പ്രകാശം കൂടി തന്നു. എന്താണത്? വഹയിന്റെ പ്രകാശം, അള്ളാഹുവാകുന്ന പ്രകാശം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന പ്രകാശം, വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം. ഇതൊക്കെ ഇതിനു പുറമേ ഉണ്ട്. അതായത് മനുഷ്യന്റെ ഉള്ളിലൊരു നൂറുണ്ട്, അതിനു പുറമെ അള്ളാഹു തന്നതായ ഇത്തരം പ്രകാശങ്ങളുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയി സ്വന്തം ജീവിതത്തിൽ ആ പ്രകാശത്തെ കണ്ടെത്തിയവനാണ് എന്നുള്ളതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളിലുള്ള ആ നൂറ് കെട്ടുപോയ എന്ത് ചെയ്യും? ഇപ്പൊ ഖുർആനിലെ ചില ആയത്തുകളാണ് സാധിക്കും. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. അവരോടൊന്നും ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, അല്ലേ? ഖുർആനിലെ ആയത്തുകളുണ്ട്. കാരണം ഉള്ളിൽ തന്നെ ആ നൂറില്ല. അതല്ലെങ്കിൽ ഉള്ളിലുള്ള നൂറ് പോലും അവർക്കുണ്ട്, ഉള്ളിലൊരു നൂറുണ്ട്, അവർക്ക് അതിനെപ്പോലും അണച്ചു കളഞ്ഞവരാണ് അവർ. അതുകൊണ്ട് യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, അള്ളാഹു കൊടുത്ത നൂറിൽ അള്ളാഹു വഴി കാണിക്കുന്നത് അവൻ ഇച്ഛിക്കുന്നവർക്ക് മാത്രമാണ്. അതിസുന്ദരമായ പ്രയോഗങ്ങൾ കൊണ്ട് നിബിഡമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ ഈ 35-ാമത്തെ ആയത്ത്. സൂറത്ത് യാസീനിൽ ഒരായത്തുണ്ട്, ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവനുള്ളവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് റസൂലെ താങ്കൾ നടത്തുന്നത്, വിശുദ്ധ ഖുർആൻ നടത്തുന്നത്, നാം പ്രവാചകന്മാർ മുഖേന കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മൻകാന ഹയ്യൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ജീവനുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും, മനുഷ്യകുലം ഒന്നടങ്കം ആലോചിക്കാൻ ബാധ്യസ്ഥമായ ആയത്താണ്. പക്ഷേ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കൊരു അധിക ബാധ്യതയാണ്. കാരണം വിശ്വാസിയുടെ ജീവിതം മറ്റൊരാളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് പുറത്തുള്ള പ്രകാശത്തെക്കാൾ അയാളുടെ ഉള്ള് കൂടുതൽ പ്രകാശപൂർണ്ണമായിരിക്കും. ഇവിടെയാണ് ഞാനും നിങ്ങളും ഹാസിബു അംഫുസക്കും കബലാൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കൂ, ഉള്ളിൽ അത്ര പ്രകാശമുണ്ട് എന്ന ഒരു സമാധാനം നമുക്കുണ്ടോ? നമ്മുടെ ഉള്ളിൽ അത്ര, പുറത്ത് കുറച്ചും കൂടിയൊക്കെ മുഖത്ത് തെളിച്ചവും ആളുകളോട് പെരുമാറുമാറുള്ള സൗഹൃദവും, അതല്ലെങ്കിൽ പുറത്ത് തന്നെ നമ്മൾ കാണിക്കുന്ന നമ്മുടേതായ ഇബാദത്തുകളും, ഇതൊക്കെ ശരി, അൽഹംദുലില്ലാ. പക്ഷേ പുറത്തുള്ള പ്രകാശം ഇതിനേക്കാൾ ശുഭ്രമാണോ, അതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല പ്രകാശപൂരിതമാണോ നമ്മളുടെ അകം? ഇത് വിശ്വാസിക്ക് പരിശോധന നടത്താൻ ബാധ്യതയുള്ള ഒന്നായിട്ടാണ്
വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ പ്രയാസങ്ങളാകട്ടെ എന്തുമാകട്ടെ, അതിനെ ഈ പ്രകാശം വെച്ചിട്ട് അളന്നു നോക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആനിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ഒരു സൊബറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പദമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ആദ്യഘട്ടത്തിൽ വരുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറയുന്നു, ഫസൊബ്റുൻ ജമീൽ. ക്ഷമിക്കൽ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഫസൊബ്റുൻ ജമീൽ, അതിസുന്ദരമായ സൊബർ, മനോഹരമായ സൊബർ. അത് ക്ഷമയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും വിശ്വാസി കാത്തുസൂക്ഷിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങളെ നിങ്ങൾ ആലോചിച്ചോളൂ. എല്ലാം ഫസൊബ്റുൻ ജമീൽ, വളരെ മനോഹരമായ ആ ക്ഷമ, മനോഹരമായ സഹനം, മനോഹരമായ തവക്കുൽ. ഇത് ഉള്ളിലുള്ളതാണ്, പുറത്ത് കാണിക്കാൻ പറ്റൂല. സൊബ്റുൻ ജമീൽ ഇതുള്ളിൽ നശിച്ചു പോകുന്നവർ, അത് വിശ്വാസിയായിട്ട് പോലും സാധ്യതയുള്ളതാണ്. അല്ലാഹ് പറയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും. ഈ ഉള്ളിലുള്ള നൂറിനെ തന്നെ, ഉള്ളിൽ നമുക്ക് അള്ളാഹു നിറച്ചു വെച്ചിട്ടുള്ള ഈ നൂറിനെ, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള നമ്മളുടെ ത്വരയെ, സത്യമാർഗത്തിൽ തന്നെ നടക്കണമെന്നുള്ള നമ്മളുടെ അറിവിനെ, ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ സാധ്യതയുള്ള കൂടുതൽ ആളുകൾ വിശ്വാസികൾ തന്നെ ആയിരിക്കും. കാരണം നമുക്കാണല്ലോ ഇതിനെക്കുറിച്ച് അറിയാം. അള്ളാഹു പറയാണ്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയവരെ പോലെ നിങ്ങളാകരുത്. മറന്നുപോയ എന്ത് സംഭവിക്കുമെന്നറിയോ? ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നവർക്കുള്ള അള്ളാഹുവിന്റെ ശിക്ഷ. ഫഅൻസാഹും അൻഫുസഹും, അവരെ അള്ളാഹു അവരെ കൊണ്ട് മറപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? ഒന്ന്, അള്ളാഹിനെ മറക്കുന്നത് വലിയ കുറ്റം. പക്ഷെ അതിന്റെ ശിക്ഷ, അയാളെ കുറിച്ച് തന്നെ മറന്നു. അയാളുടെ നടത്തം, അയാളുടെ ഉറക്കം, അയാളുടെ ഉണർച്ച, അയാളുടെ ജീവിതം, അയാളുടെ പ്ലാൻ, അലക്ഷ്യമായി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് അയാൾ എന്നുള്ള നിസ്സാരത പോലും അയാൾക്ക് തോന്നാത്ത രീതിയിൽ, ഇത്ര ക്ഷണികമാണല്ലോ ജീവിതം എന്ന് അയാൾക്ക് ഉണ്ടാവണമല്ലോ. ഒരു ഉൾക്കിടിലുണ്ടാവണമല്ലോ ഒരു മനുഷ്യന്. ഞാൻ ഇത്ര ചെറുതാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മളുടെ അമലുകൾക്ക് സൂക്ഷ്മതയും നമ്മളുടെ ജീവിതത്തിന് വിശുദ്ധിയൊക്കെ വരുന്നത്. ആ ജീവിത വിശുദ്ധിക്ക് കാരണമാകുന്ന ഈ അറിവിനെ തന്നെ, ഞാൻ ഈ ലോകത്ത് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ബോധം പോലും അയാളിൽ നിന്ന്, നമ്മൾ ചില ആളുകളോട് പറയാം അങ്ങനെ ഓർക്കണം, ആ ഓർക്കാനുള്ള കഴിവ് പോലും അള്ളാഹ് എടുത്തു കളയും. അതുകൊണ്ട് വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. മുനാഫിക്കുകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇടയ്ക്ക് അല്ലാഹിനെ കുറിച്ച് ഓർമ്മ വരും പറയുന്നുണ്ട് അല്ലെ? ഇടയ്ക്ക് അല്ലാഹുവിനെ കുറിച്ച്, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല കാമു ഇലസ്സലാത്തി കാമു കുസാല. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ പറയാം, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റുന്നാല് കാമു കുസാല, മഠ്യന്മാരായിട്ട് അങ്ങോട്ട് എണീറ്റിക്കും. നിസ്കരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ല, അള്ളാഹുവിനെ ഓർക്കില്ല എന്നല്ല പറഞ്ഞത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല, വല്ലപ്പോഴൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർക്കും. അത് അകത്ത് പ്രകാശമില്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ പുറത്തുള്ള അവസ്ഥയെക്കുറിച്ച്, മുനാഫിക്കുകളെ കുറിച്ച് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നു, കുല്ലമാ അളാഅ ലഹും മശൗഫി. ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന ഒരാൾക്ക് കൂറ്റാക്കൂറ്റി ഇരുട്ടാണ്, പേമാരിയാണ്, കുത്തിപ്പെയ്യുന്ന മഴയാണ്, നല്ല ഇരുട്ടാണ്. എങ്ങനെ മുന്നോട്ട് നടക്കും? പകലിൽ കാണാമായിരുന്ന വഴിയായിരുന്നു, പക്ഷെ രാത്രിയിൽ നടക്കാൻ പറ്റുമോ? ഓടാൻ പറ്റുമോ? ഇങ്ങനെ നിൽക്കേണ്ടി വരും. കുല്ലമാ അളാഅ ലഹും മശൗഫി, ഇടക്കൊന്ന് ഇടിമിന്നലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു പ്രകാശം കിട്ടും, അപ്പോൾ കുറച്ചൊന്ന് നടക്കും. ഇതും അങ്ങോട്ട് പിടിച്ചോളും. നമുക്ക് ജീവിതത്തിൽ തുറവികളായിട്ട്, ഇടക്കുള്ള ഓപ്പണിങ്ങുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം തരും. ചിലപ്പോൾ അത് റമദാനിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പ്രഭാഷണം കേൾക്കുമ്പോൾ ഇടയ്ക്ക് ഒരു സ്പാർക്കായിരിക്കും, ചിലപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു തോന്നലായിരിക്കും, നാളെ അങ്ങോട്ട് തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങോട്ട് തുടങ്ങണം എന്നുള്ള നമ്മുടെ ഒരു ഫീലിംഗ് ആയിരിക്കും. അതിൽ കയറി പിടിച്ചേക്കണം.
കാരണം വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു ശിക്ഷ അള്ളാഹുവെ മറന്നുപോകയാൽ ഈ ലോകത്ത് മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തെറ്റിനെ തെറ്റായി കാണാൻ പറ്റൂല, സത്യത്തെ സത്യമായി കാണാൻ പറ്റൂല. പ്രാർത്ഥനകൾ അങ്ങനെയാണല്ലോ, അല്ലാഹുമ്മ അരിനി ഹഖീഖത്തൽ അശ്യാഇ കമാ ഹിയ, കാര്യങ്ങളെ അതിന്റെ യാഥാർത്ഥ്യം പടച്ചവൻ എനിക്ക് കാണിച്ചു തരണമെന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹു, ഹക്കിനെ ഹക്കായി എന്റെ മനസ്സിനെ തോന്നിപ്പിക്കാൻ ഉള്ളിലുള്ള പ്രകാശവും വേണം, പുറത്തുള്ള എന്റെ ആക്ഷനും വേണം. അതുകൊണ്ട് വിശ്വാസി എന്നുള്ള നിലയിൽ അതിനെ നമ്മൾ റുബൂബിയത്തും ഉലൂഹിയത്തും അൽ അസ്മാഉൽ ഹുസ്നയൊക്കെ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വഴിയിൽ തന്നെ നമ്മളുണ്ട്, അള്ളാന്റെ വഴിയിലുള്ളത്. അള്ളാഹുവാണ് എന്നെ വഴി നടത്തുന്നത്, അള്ളാഹുവാണ് എന്റെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത്. വഅരിനൽ ബാത്തില ബാത്തിലൻ, ബാത്തിലിനെ ബാത്തിലായി പടച്ചവനെ എന്റെ മനസ്സിനെ അങ്ങോട്ട് തോന്നിപ്പിക്കണമേ. മനസ്സിന് തോന്നിപ്പിക്കാൻ കണ്ണുകൊണ്ട് കാണാന്നുള്ളത് മാത്രമല്ല, കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയും തെറ്റൊക്കെയാണ്. പക്ഷെ മനസ്സ് ഉള്ളിൽ എന്ത് ചെയ്യണം? സമ്മതിക്കണം. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച നമ്മൾ പലതും സമ്മതിക്കാറില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ മനസ്സ് പറയണം അങ്ങനെ അവഗണിച്ചു പോകാവുന്നതല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഏറ്റവും സുന്ദരമായി ഈ സ്വഭാവങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊരു ഹോപ്പാണ്. ഈ ഒരു പ്രകാശത്തെ, ഈ ഉള്ളിലുള്ള ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ പുറത്തുള്ള പ്രകാശം കൂടി നിങ്ങളെ തന്നെ അവർ അവരുടെ അതിക്രമത്തിലും ഈ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ അബദ്ധധാരണയിലും മേഞ്ഞു നടക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായി നെഞ്ചിൻ കൂടിനകത്തെ കൽബിന്റെ ഈമാനിന്റെ ഇന്ധനമായി അള്ളാഹു പറയുന്ന നമ്മുടെ വിശേഷ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഇന്ധനം സ്വയം നിലക്ക് പ്രവർത്തിച്ചാൽ തന്നെ അത് 100 വന്നാൽ ഒന്നുകൂടി കത്തും. അതുകൊണ്ടാണ് അത് സ്വയം നിലക്ക് കത്താൻ മാത്രമുണ്ട് ആ ഇന്ധനത്തിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അതിൽ തീ കത്തിയ ഒന്നുകൂടി ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നന്മ എന്ന് പറയുന്നത് തന്നെ സ്വയം നിലക്ക് വളരെ വലിയ അത്ഭുതകരമായ ഒന്നാണ്. അതിന് ഈമാനിന്റെയും അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിൻബലം അതിന് വരുമ്പോൾ അത് മികച്ചതായ ഒരു അനുഭവമായി തീരുന്നു എന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിനെ ആ നിലയിൽ ആവിഷ്കരിക്കാനുള്ള ബാധ്യത വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും അവന്റെ കലാമിനെ കൂടുതൽ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവും നൂറാണ്, അവിടുന്നും നൂറാണ്, അവിടുത്തെ കൽപ്പനകളും നൂറാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠനവും നൂറാണ്. ഇതാണ് നമ്മുടെ വഴി. വേറെ പ്രകാശം ബാക്കിയുള്ളവരിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് തരുന്ന ലൈറ്റ്, ഹാലജൻ ബൾബുകൾ ഇതൊന്നുമല്ല. ഇതൊക്കെ ഈ ലോകത്തെ നമ്മളുടെ ആവശ്യത്തിനുള്ള നൂറുകളാണ്. ഇനി നാളെ ഖബറിൽ നിങ്ങൾക്ക് നൂറ് വേണോ? ഇനി നാളെ പരലോകത്ത് നിങ്ങൾക്ക്, മനുഷ്യർക്ക് ഇനി നൂറ് വേണ്ടത് അവിടെയുള്ളോ? വെളിച്ചം വേണ്ടത് അവിടെയാണ്, പ്രകാശം വേണ്ടത് അവിടെയാണ്. നാളെ ബഅസിന്റെ സമയത്ത്, പുനരുത്ഥാന നാളിന്റെ സമയത്ത് നിങ്ങൾക്ക് നൂറ് വേണോ? നിങ്ങൾക്ക് നാളെ ഇനി സിറാത്തിന്റെ മേൽ അല്ലെ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, മുൻപിലും പിൻപിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നൂർ, എല്ലായിടത്തും നൂറാണ്. നാളെ സ്വർഗത്തിലെത്തുന്നവരേക്കുമുള്ള നൂർ. ഈ നൂറിന് വേണ്ടി അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹു തന്നെയാണ് അഭയം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. പടച്ചതമ്പുരാൻ അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട്. നമ്മുടെ മഹല്ല് കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പാതായിക്കര ഹിലാൽ ക്യാമ്പസിൽ ഫഹ്മുൽ ഖുർആൻ, ഒരു 30 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫഹ്മുൽ ഖുർആൻ, വ്യവസ്ഥാപിതമായൊരു ഖുർആൻ പഠനത്തിന് ഈ ഓഗസ്റ്റ് 4 മുതൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. മഹല്ലിന് കീഴിൽ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെയുള്ള വ്യവസ്ഥാപിതമായൊരു പഠനമാണ്. ഖുർആൻ ക്ലാസ് അല്ല, ഖുർആൻ സ്റ്റഡി സെന്റർ തന്നെയാണ്, വ്യവസ്ഥാപിതമായ പഠനമാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് അതിനുള്ളൊരു സൗകര്യമുള്ളത്. ഒരു പഠനം, വ്യവസ്ഥാപിതമായ പഠനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ആഴ്ചയിലും ഖുർആൻ ക്ലാസ് എടുക്കുന്ന
മൗലവി എം അമീൻ സാഹിബിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ വ്യവസ്ഥാപിതമായ ക്ലാസ് നടക്കുക. താല്പര്യമുള്ളവർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുള്ള സൗകര്യം പുറത്തുണ്ടായിരിക്കുന്നതാണ്. പടച്ചതമ്പുരാൻ കൂടുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഹൃദയത്തിൽ ഏറ്റെടുക്കാനും സാധിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഖൈറും ബർക്കത്തും തൗഫീഖും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൂടുതൽ അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.